അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലീവുള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങളൊരു 5 മണി 5:30 ആകുമ്പോൾ ഇതേ പട്ടാമ്പിക്ക് ഇറങ്ങിയിട്ടാ. വേറെ ഒന്നല്ല, നമ്മുടെ പാറുവിൻ്റെ പിറന്നാളാണ്, നമ്മുടെ തേജു പറഞ്ഞ് കേട്ടുമല്ലോ. അപ്പോൾ സർപ്രൈസ് കൊടുക്കാനാണോ വെച്ചാൽ ഞങ്ങളങ്ങോട്ട് ഒരു സർപ്രൈസ് ആക്കണമെന്ന് ഞങ്ങൾക്ക് ഉണ്ട്. പക്ഷെ അവളെ എക്സ്പെക്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനി അടുത്ത പിറന്നാൾ ആരുടെയാണോ അവർക്കുണ്ടാവും ഈ പണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിനി ഒരു ഡൗട്ട് വരണ്ടാന്ന് വെച്ചിട്ട് 36 ഇടയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, ചിലവുണ്ടോ ചിലവില്ലേ. ഞാനിപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലാണ് നടന്നു കേട്ടോ, അതായത് എൻ്റെ വീട്ടിലേക്ക് പോയേക്കാണ്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരം എല്ലാവർക്കും കൂടാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡൗട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അതിബുദ്ധിയിൽ തോന്നിയൊരു കാര്യമായിരുന്നു കേട്ടോ. ഈ ഒരു മെസ്സേജ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ അയക്കണത്. ഇനിയിപ്പോൾ അവൾക്ക് ഡൗട്ട് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ വാട്സപ്പിൽ, അതിലേക്ക് ഞാൻ നമ്മുടെ കിച്ചുട്ടൻ്റെ ഓരോ വീഡിയോ ഇട്ട് കൊടുക്കുക. ഞങ്ങളായിരുന്നു കേട്ടോ ആദ്യം പട്ടാമ്പിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ആൾക്കുള്ള ഡ്രസ്സ് നോക്കാച്ചിട്ട് അതായിട്ട് തപ്പിക്കൊണ്ടിരിക്കണത്. ജിഷ്ണേട്ടന് എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അങ്ങോട്ട് പോയിട്ട് വീട്ടിലെത്തി കുളിച്ച് ഡ്രസ്സ് മാറി ഉണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വൈകുന്നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ പരിപാടിയും നമ്മൾ വൈകുന്നേരത്തേക്ക് ആക്കി. സൺഡേ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് ഓരോ പരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയോണ്ട് തന്നെ ഞങ്ങൾ കേക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നിൽക്കണത്. അപ്പോൾ എനിക്ക് വലിയ ഡൗട്ടില്ല കേട്ടോ എന്ത് ടൈപ്പ് ഡ്രസ്സ് എടുക്കണം എന്നുള്ളത്. കാരണം എനിക്കിഷ്ടം പാറുവിനെ കുറച്ചും കൂടി മോഡലായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കാണാനാട്ടോ. സാരിയും ചുരിദാറും എല്ലാം ചേരും, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം മോഡൽ ഡ്രസ്സ് ഇട്ട് കാണാനാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ 2 ഷർട്ട് കണ്ടപ്പോൾ ഞാൻ അത് എടുത്ത് നോക്കിയിട്ട്, പക്ഷെ അത് സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതും സൈസ് കിട്ടിയില്ല. ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് ഞാൻ അവിടെ വെച്ചുവിട്ട് നമ്മൾ മാക്സിക്കായിട്ടാണ് വന്നേക്കണത്. പാറുവിന് സാരിയും ചുരിദാറും എന്ത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയാണ്, അതുകൊണ്ട് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാഷ്വൽ വെയർ ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കാന്നുള്ളത്. അപ്പോൾ എനിക്ക് മിത്ര ചേച്ചി ബർത്ത്ഡേക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വേറെ മോഡൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷർട്ടിൻ്റെ വലിയ സൈസ് വിൻചേട്ടൻ കൊടുന്നു കേട്ടോ, തപ്പി പിടിച്ചിട്ട് എവിടുന്നു. അപ്പോൾ അതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരുടേന്ന് നമ്മുടെ കിച്ചുട്ടൻ്റെ ഓരോ വീഡിയോ വാങ്ങിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൊണ്ടിട്ടാ. അപ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ എൻ്റെ വീട്ടിലാണ് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ഇടുന്നത്. പക്ഷേ 36 ഇവിടേക്ക് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം അതിന് തൊട്ട് മുന്നേ ഞാൻ വിൻചേട്ടൻ വീട്ടിലിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് ഇവർ വീണ്ടും അങ്ങോട്ട് എത്തി എന്നൊക്കെ ഇങ്ങനെ ജിത്തുട്ടേൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്രേ. പിന്നെ ഞങ്ങൾ ബില്ല് ചെയ്യാൻ മോളിക്ക് പോകണം കേട്ടോ. അവിടെ പോയപ്പോൾ നല്ല ഷൂസ് ഉണ്ട് കേട്ടോ, അതായത് റബ്ബർ ടൈപ്പ് ഷൂസ്, മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഷൂസായിരുന്നു. അപ്പോൾ ഇൻഷാട്ടിന് വർക്കിന് പോകുമ്പോൾ മഴ പെയ്യുമ്പോൾ ഈ ടൈപ്പ് ഷൂ ഇടുമ്പോൾ നനയുമ്പോൾ ആകെ സ്മെല്ലും എന്തോ ഒരു തുണി പോലെയല്ല അപ്പം നനയാന്നും പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു ഷൂ ഇൻഷാട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ലിപ്പറും കൂടി എടുത്തു കേട്ടോ, തേജുവിനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മഴയത്തിടാൻ പറ്റിയ ഷൂ ആണ്. നമ്മൾ അതെല്ലാം ബില്ല് ചെയ്തിട്ട് നേരെ കേക്ക് വാങ്ങാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ സ്പോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ട് ഇവിടെ നിൽക്കാം, ജിഷ്ണേട്ടനോടൊക്കെ ഇങ്ങോട്ട് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് ഇത് ജിഷ്ണുവേട്ടനെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ നോക്കി സെറ്റ് ചെയ്തിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാറുവിൻ്റെ കുറേ അല്ല, പാറുവിൻ്റെ ഒരു കസിൻസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വലിയച്ഛനൊക്കെ പാപ്പനൊക്കെ. അപ്പോൾ അവർക്കും മനസ്സിലായിട്ടോ സർപ്രൈസ് കൊടുക്കാനല്ലേ പോണ് എന്നിട്ട് അവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ പാറുവിന് ഇഷ്ടമുള്ള കേക്ക് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിലെല്ലാം എഴുതി ഇനി ഇത് വാങ്ങിയിട്ട് നമുക്ക് പോകണം. ഇതിൻ്റെ ഇടയിൽ ജിത്തുട്ടേട്ട മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെവിടെ ഇവിടെ പാറു കയറ് പൊട്ടിച്ചിരിക്കുകയാണ്, തല്ലൂടി തുടങ്ങി, പോവാ പട്ടാമ്പി പോവാന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ നമ്മുടെ ജിഷ്ണേട്ടൻ്റെ കാർ ഇവിടെ ഇട്ടിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ താറിലാട്ട പോയിട്ടുണ്ടായിരുന്നു. എന്തിനാ വെറുതെ 2 വണ്ടിയിലായിട്ട് പോകണമെന്ന് വെച്ചിട്ട്. ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ആളെന്തായാലും എക്സ്പെക്ട് ചെയ്യും നമ്മൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് സെറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ജിത്തുട്ടേട്ടനും പാറും കൂടിയിട്ട് നമ്മുടെ സ്മാക്കിലേക്ക് വരിക, എന്നിട്ട് അവിടുന്ന് കേക്ക് കട്ട് ചെയ്യുക, ഒരു ചെറിയ സർപ്രൈസ് പോലെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഒന്ന് കേക്ക് കട്ട് ചെയ്യാന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾക്ക് എവിടേക്കും ഡൗട്ടുള്ള കാരണം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി. കാരണം എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്യുമല്ലോ പാറു. അപ്പോൾ പിന്നെ ഞങ്ങൾ നൈസായിട്ട് പ്ലാൻ മാറ്റി പാറുവിൻ്റെ വീടിൻ്റെ ആ ഒരു വഴിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സർപ്രൈസ് കൊടുത്തിട്ട് എങ്ങനെയൊക്കെ പറയും തേജുവിനെ കൊണ്ട് ചടിക്കല്ലേ കുട്ടി.
ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഒരു പോപ്പർ പൊട്ടിക്കുക, സ്പ്രേ അടിപ്പിക്കുക, അത്രയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ പാറു ഇവിടെ ഞങ്ങൾ അതിനെ പ്രതീക്ഷിച്ചിട്ടില്ല. പാറുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ വണ്ടിയുമ്പോൾ പോരുമ്പോഴും സ്നാക്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കുന്നതാണ് ഇത്ര പാറുവിൻ്റെ ഉള്ളിൽ. അത് ഞങ്ങൾക്ക് അറിയായിരുന്നു അങ്ങനെ ചിന്തിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നടു റോട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് പാറുവിൻ്റെ വീട് 2 വളവ് കഴിഞ്ഞാൽ പാറുവിൻ്റെ വീടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് അനക്കില്ലാത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ പമ്മി നിൽക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറുവിൻ്റെ ടെൻഷൻ പാറു കുറച്ച് കടന്ന് ചിന്തിച്ചു കിട്ടും. വേറെ ഒന്നല്ല, ഇവിടെ പണിക്കാർ ഹിന്ദിക്കാർ അവരൊക്കെ ഈ സൈഡിൽ ഉണ്ടാവാറുണ്ട് ഇത്രേ. അപ്പോൾ അവർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് ചാടിയതാണെന്നൊക്കെ വിചാരിച്ചിട്ട് അത്ര അവൾ പേടിച്ചത്. അതാണ് ശരിക്കും പ്രതീക്ഷിച്ചത്. ഇത്ര പെട്ടെന്ന് ചാടിയപ്പോൾ ഹിന്ദിക്കാരെ ചാടി എന്നൊക്കെയാണ് വിചാരിച്ചു എന്നൊക്കെയായിട്ട് പറയണത്. ആണ് നമ്മൾ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് ഇതേ പതുക്കെ പാറുവിൻ്റെ വീട്ടിലേക്ക് ഇതേ ഇങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ അതേ നമ്മൾ പാറുവിൻ്റെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഇവിടെ ജിത്തുട്ടായിട്ട് ഓൾറെഡി പാറുവിൻ്റെ അമ്മയുടെ അടുത്തും അമ്മമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വരും ചിലപ്പോൾ. ഞങ്ങളോട് മതിലിൻ്റെ അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ ഫ്രണ്ടത്തെ മതിൽ. അപ്പോൾ പാറുവിനെയും കൂട്ടി മതിലിൻ്റെ അവിടേക്ക് ഇറങ്ങുമ്പോൾ പൊട്ടിച്ചാൽ മതിയെന്ന്. പക്ഷെ അവിടെ ഫുള്ള് വെളിച്ചം, അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടേ ഫുള്ള് വെളിച്ചം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ കുറച്ച് ഇരുട്ട് പിടിച്ച സ്ഥലത്താകുമ്പോൾ അറിയില്ലല്ലോ, അതാണ് ഞങ്ങൾ മൊന്തയിൽ പോയിട്ട് പമ്മി നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മുടെ പാറുവിൻ്റെ മുറച്ചെറുക്കനാണ് കേട്ടോ, വെറുതെ പറയാം, പാറുവിൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ പാറു ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് മുറച്ചെറുക്കനാണ്. അതാണെങ്കിൽ നമ്മുടെ തേജുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തേജുവിന് ഇപ്പോൾ അതൊരു കളിയായി മാറിയിട്ടുണ്ട് കേട്ടോ. മുറച്ചെറുക്ക എന്നാണ് ഇപ്പോൾ വിളിക്കണത് അവനെ. അങ്ങനെ ഞങ്ങളിത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാവരും കൂടി നിൽക്കുകയാണ്. ഇത് പാറുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മ ഉണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു, അനിയൻ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, അനിയൻ പുറത്ത് പോയിക്കോ തോന്നുന്നേ. പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇതേ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചതല്ല അവിടെ നടത്തിയത് ഞങ്ങൾ, അതാണ് ഞങ്ങളുടെ ഒരു സമാധാനം. ഇപ്പം എൻ്റെ കാര്യത്തിലായാലും അതെ, ഞാൻ പ്രതീക്ഷിച്ചത് ഈ പറഞ്ഞ പോലെ വിൻഷായിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ പിന്നെ രാത്രി ആയപ്പോഴും ഞാൻ ആ പ്രതീക്ഷ വിട്ടു കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പാറു ആയാലും ഇത്ര വലിയ കാര്യത്തിൽ വായ സ്നാക്കിലേക്ക് കേക്ക് വാങ്ങാൻ പോകാമെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ അവിടെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവുമെന്നാണ് ആളും വിചാരിച്ച് നിൽക്കണത്. ഈ റോട്ടിലുള്ള പണി പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ദൈവമിനി അടുത്ത ആൾക്ക് എന്താ പ്രതീക്ഷിക്കാനാവോ. ഇനിയിപ്പോൾ അടുത്തൊന്നും പിറന്നാൾ ആരുടെ ഇല്ലെന്നാണ് ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ വീവി കണ്ണുറിച്ച് നോക്കിക്കോട്ടു. ഞങ്ങൾക്ക് പിന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വരുമ്പോൾ ബൈക്കും ഉണ്ണിയും കൊണ്ടാണ് ഈശ്വര വരിക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഉണ്ണി പേടിക്കില്ലേ. അപ്പം ജിത്തുട്ടേട്ടൻ പിന്നെ അത് മുൻകൂട്ടി കട്ടിട്ട് ഉണ്ണീനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, 2 പേരും കൂടി മാത്രമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതന്നെ വലിയൊരു സമാധാനം. പിന്നെ നമ്മുടെ തേജു ആണെങ്കിൽ കേക്ക് കിട്ടിക്കഴിഞ്ഞാലും കേക്ക് പാറുവിന്റെ മുഖത്ത് തേക്കാൻ വേണ്ടി കാത്തിട്ടാട്ടാ നിൽക്കണത്. പിന്നെ ഇത് നമ്മുടെ പാറുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ. പാറുവിൻ്റെ അനിയത്തിയാണ് പാറുവിനുള്ള വ്ളോഗൊക്കെ അവിടെ എടുത്തോണ്ടിരിക്കണത്. പിന്നെ ഇതേ പാറുവിൻ്റെ മുറിച്ചെറുക്കം പറഞ്ഞില്ലേ, മാമൻ്റെ മോനാണ്. ഇവന് ഭയങ്കര കാര്യമായിട്ടോ നമ്മളെ തന്നെ, കാരണം ആള് കുറച്ച് സെറ്റാണ്, നമ്മുടെ വൈബിക്ക് പറ്റിയ ആളാണെന്ന് കേട്ടോ. തേജുവിൻ്റെ കൂടിയും എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. പിന്നെ ഞങ്ങൾ ഇതേ ഗിഫ്റ്റ് കൊടുത്തതൊക്കെ എല്ലാവരും അൺബോക്സ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്ലെയിൻ കളറായിരുന്നു, എനിക്ക് മിത്രേച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ടോപ്പ്. പക്ഷേ ഇതിൻ്റെ ഒരു മോഡൽ സെയിം ആയിരുന്നു വരണത്. അപ്പം ഞാൻ അവിടെ ഈ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ എന്താ പറയുക, അതേ ഇത് ജിഷ്ണൻ്റെ ഗിഫ്റ്റ് വന്നിട്ട് എല്ലാവരും ക്യാഷ്വൽ വെയർ ആയിട്ട് എടുത്തിട്ടുള്ളത്. നോർമലി നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരിക്കും. നമ്മൾ ഈ വർക്കുള്ളത് എടുക്കണേക്കാൻ ബെറ്റർ ഇങ്ങനത്തെ ക്യാഷ്വലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമല്ലോ. പുറത്തേക്കൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ ഇടാൻ പറ്റിയുള്ള രീതിയിൽ അങ്ങനെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളൊരു ഫംഗ്ഷൻ വരുമ്പോൾ നല്ലൊരു ഡ്രസ്സ് എടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ നോർമലി ഡ്രസ്സ് എടുക്കുമ്പോൾ വല്ല ക്യാഷ്വൽ വെയർ എടുക്കണതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ കേട്ടോ. പിന്നെ ഞാനൊരു ക്രോപ്പ് ടോപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ജീൻസിക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരെണ്ണായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ അത് പാറുവിന് സ്യൂട്ടാവും. അപ്പോൾ ഇവർ കളിയൊക്കെയാണ്, ഇത് ജിത്തുട്ടേട്ടനുള്ളതാണ്, ജിത്തുട്ടേട്ടന് കയറണാവോ, അത് ജിത്തുട്ടന് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിത്തുട്ടേട്ടനെ കളിയാക്കണത് കേട്ടാ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 9 മണി 9:30 ആയിട്ടുള്ളൂ. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാൻ ഈ പട്ടാമ്പി പോകണോ എങ്ങടാ പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കണം. അപ്പോൾ പട്ടാമ്പി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ലാഗാവും, വൈകൂലോ. അപ്പം എന്നാൽ നമുക്ക് വല്ലപ്പുഴയിൽ തന്നെ കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലായിട്ടാണ് നിൽക്കുന്നത്. പിന്നത്തെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒറ്റ വണ്ടി കൊണ്ടല്ലോ നമ്മൾ വന്നത്, അപ്പോൾ എല്ലാവരും കൂടി അതിൽ കൊള്ളൂ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത പ്ലാൻ മാറ്റി, ഞാനും ഇൻഷേട്ടനും കൂടിയിട്ട് പാറുവിൻ്റെ നമ്മുടെ സ്കൂട്ടിയുമേയും ജിത്തുട്ടേട്ടനും ആലും കൂടിയിട്ട് അവരുടെ ബുള്ളറ്റുമേയും വരും. നമ്മുടെ താറിൽ പിള്ളേരെ സെറ്റിനെ മൊത്തം കയറ്റിയിട്ടോ, കാരണം കുട്ടികൾ അതിൽ വന്നോട്ടെ വെച്ചിട്ട് നമ്മളെല്ലാവരെയും അതിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ ഇതേ വല്ലപ്പുഴയ്ക്കാട്ടോ ഇനി പോണത്. വിൻഷേട്ടനാണെങ്കിൽ എപ്പോഴും വണ്ടി ഓടിക്കണ ആളല്ലേ, അപ്പോൾ വണ്ടി ഓടിപ്പോണത് വിൻഷേട്ടൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയാം കേട്ടോ. എന്നും വണ്ടി ഓടിക്കുക, വണ്ടിയുടെ പുറത്തുനിന്നുള്ള ഭംഗി പോകുമ്പോഴത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല
എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ പേരും ഇൻസ്റ്റയുടെ ഐ ഡി ഒക്കെ അടിച്ചേക്കണത് നല്ല എടുത്ത് കാണാണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി പോകുമ്പോൾ ഞങ്ങൾ ബാക്കിലാണ്. അപ്പം ഞങ്ങൾക്ക് അറിയാമല്ലോ കുറേ പേര് നമ്മുടെ വണ്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നമ്മളതിനിങ്ങനെ നോക്കി പോകണ്ടെങ്കിൽ തോന്നുന്നു നമ്മുടെ നമ്മളൊക്കെ കണ്ടിട്ടാ തോന്നുന്നു, മനസ്സിലായിട്ടാ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. വിൻചേട്ടൻ പറയുന്നുണ്ട് നോക്കി നമ്മുടെ വണ്ടി തിരിച്ചറിഞ്ഞിട്ടാ തോന്നുന്നു, ആ കുട്ടി നോക്കണു, ഈ ചേട്ടൻ നോക്കണു, ഈ ചേച്ചി നോക്കണു എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഫുഡ് കഴിക്കാൻ എത്തി. ഇനി ഫുഡ് പറഞ്ഞിട്ട് ഫുഡ് വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരുത്താണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കുറേ നേരം നമുക്ക് ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നെങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ ഈ പിള്ളേർ കാരണം. രണ്ടുപേരും പുതിയ വ്ളോഗേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാം നമ്മുടെ പിള്ളേരെ സെറ്റ് രണ്ടാളും കേട്ടോ, തേജു ഉണ്ണിയും കൂടിയിട്ട്. ഇവർ ഭയങ്കര വീഡിയോ എടുക്കലാട്ടോ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ തേജു ആണെങ്കിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ മുറച്ചെറുക്കാന്ന് മുറിച്ച് കളിയാക്കണം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വർത്താനം കേട്ടിട്ട് ഞങ്ങൾക്ക് നല്ല നേരം പോകുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ചെറിയ വായാലും വലിയ വർത്താനം പറയില്ല, അതുപോലെ വലിയ വലിയ കാര്യങ്ങളായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ജിഷ്ണേൻ്റെ ചെറുതേ നല്ല ഉറക്കായിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ അവിടെ ക്ലീൻ ആക്കിയിട്ട് കെടുത്തിയിട്ടാണ്. പാറുവേണ്ട ബർത്ത്ഡേ ഫുഡ് കഴിക്കാൻ വന്നേക്കാട്ടോ. എന്നിട്ട് പാറുവേക്ക് ഒരു മുറച്ചൊക്കെ നമ്മള് ഫുഡ് കഴിക്കാൻ വന്നേക്കാട്ടോ. എന്നിട്ട് ബർത്ത്ഡേ ആയിരുന്നു. എന്നിട്ട് പാറൊരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു. സർപ്രൈസ് വന്നതാട്ടോ. സോറി അപ്പൊ നമ്മുടെ തേജ് ഒരു വ്ളോഗറായി വരുന്നുണ്ടോ എന്നൊരു സംശയം. തന്നെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് അവന്റെ വൈബിനുള്ള വല്ല പിള്ളേരെ കിട്ടുമ്പോഴാട്ടോ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒപ്പിക്കാറുള്ളൂ. അങ്ങനെ ഇത് നമ്മള് അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ മന്തി റൈസ് പകുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ബിരിയാണി റൈസും ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്തി റൈസ് കുറവായ കാരണം പിന്നെ പൊറാട്ടയും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടതെല്ലാം എടുത്ത് കഴിച്ച് ഇതേ ഫുള്ളായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജിത്തുട്ടായിട്ട് ഇപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉണ്ണീനെ എടുക്കണം, വിവീനെ ഒരാൾ എടുക്കേണ്ടി വരും. അപ്പോൾ പാറു ആദ്യം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പാറും ഞങ്ങളും ആദ്യം കഴിക്കാമായിരുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷമേ ജിത്തുട്ടായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അവൻ വേറെ ഒന്നല്ല, വിവി പിന്നെ വേറെ ആരുടെ അടുത്തേക്ക് അങ്ങനെ പേരില്ല. അവന് അച്ഛൻ, അമ്മമ്മ, അവിടുത്തെ കണ്ണേട്ടൻ അങ്ങനെ ഒന്നും കാണുന്നവരായിട്ടേ പരിചയമുള്ളൂ. പുറമൊന്നും ഒരാൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരില്ല കേട്ടോ. എന്നാൽ എടുത്തിട്ട് കരഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ കരച്ചിൽ നിർത്തുന്നില്ല, മറ്റാൾ എടുക്കണ വരെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞാനൊന്ന് എടുത്ത് നോക്കിയതാട്ടോ ജിത്തുട്ടേടൻ കഴിക്കണ നേരത്ത്. അങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുന്നുണ്ട് കരയുണ്ടാച്ചിട്ട്. പക്ഷേ ഇതേ പാറുവിനെ നോക്കിയിട്ടാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കണത്. അങ്ങനെ പാറുവിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് സമയം 12 മണി ആവാറായി എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ വേഗം പോവാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇതേ ഇവർ താറലിട്ടോ അവരെല്ലാവരും കൂടി വരും. നമ്മൾ വന്ന പോലെ തന്നെ നമ്മളിത് ഇവരുടെ വണ്ടി എടുത്തിട്ട് ഇനി നമുക്ക് പാറുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ എല്ലാവരെയും ഡ്രോപ്പ് ചെയ്ത് വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ വീട്ടിലേക്ക് തിരിച്ചു പോരും. പിന്നെ പട്ടാമ്പിയിൽ നിന്ന് ജിഷ്ണേട്ടൻ അവിടെ ഇറക്കിയിട്ട് അവരുടെ വണ്ടിയിൽ അങ്ങോട്ട് പോവാട്ട് ചെയ്യുക. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതാട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇതേ പോവാണ് കേട്ടോ. അങ്ങനെ പാറുവിൻ്റെ വീട്ടിലെത്തി ഇവിടെ എല്ലാവരും ആക്കി യാത്ര പറയുകയാണ്. യാത്ര പറച്ചിലെന്ന് പറഞ്ഞാണ്ടല്ലോ, യാത്ര പറയുമ്പോഴും അരമണിക്കൂർ നിന്ന് വർത്താനം പറയും, അതാണ് പ്രത്യേകത. കണ്ടോ, എല്ലാവരും നിന്ന് വർത്താനം പറയും. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ മിന്നാമിനിങ് വരുന്ന പോലെ ഇപ്പോൾ എല്ലാവരും വരണത് വ്ളോഗിലേക്ക് ഫ്ലാഷ് അടിച്ച് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടാട്ടപ്പോൾ നിൽക്കണത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ സത്യം പറഞ്ഞത് ഷോർട്സ് ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ഷോർട്സിൽ ഒതുങ്ങണില്ല വീഡിയോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ലോങ് വീഡിയോ തന്നെ ആക്കിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാണേണ്ടി വരും വീഡിയോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ബൈ.